ബാലമാമൻ ചെയ്തതൊരു തെറ്റാണ്. നീയാണ് എല്ലാത്തിനും കാരണം. നീ മാത്രം. ഇയാളെ കൊണ്ട് നീ ഇതൊക്കെ ചെയ്യിപ്പിച്ചതാ. നീ നശിച്ചു പോകൂടി, നശിച്ചു പോവും. നിന്നെ എന്റെ മോൻ ചതിച്ചതിനുള്ള പ്രതികാരമല്ലേ നീ ചെയ്യിപ്പിച്ചത്. നീ നശിച്ചു പോകൂടി, ഒരു കാലത്ത് കൂടെ പിടിക്കില്ല. അമ്മേ, എന്തു പറഞ്ഞു വന്നാലും അവസാനം ചാരൂര് നേർക്കാം. ഇവളല്ല, അമ്മയെ അവനോ എല്ലാത്തിനും കാരണം. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ കൊതിച്ച് ജീവിക്കാൻ ശ്രമിച്ചതാണോട് അവൻ ചെയ്ത തെറ്റ് പറയണോ? അതൊരു തെറ്റല്ല അമ്മായി. ബാലമാമൻ ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞപ്പോ മാമന്റെ കൂടെ നിന്ന് അരവിന്ദേട്ടന് മനസ്സ് മാറ്റിയെടുക്കണായിരുന്നു. അത് ചെയ്യാതെ ശ്രേയയുടെ കൂടെ കൂടി ബാലമാമന്റെ മനസ്സും ശരീരവും ഒക്കെ തളർത്താൻ നോക്കി. കല്യാണത്തിന് വേണ്ടി വാശി പിടിച്ച് ഇപ്പൊ വന്ന് നിൽക്കുന്നത് എവിടെയാ? എടി, ഈ തലതിരിഞ്ഞ മാഷിന് ഇഷ്ടമല്ലാന്ന് വിചാരിച്ച് അരവിന്ദിന് ഇഷ്ടമുള്ള ജീവിതം ജീവിക്കാൻ പാടില്ലെന്നുണ്ടോ? അവന്റെ ഇഷ്ടം നടത്താൻ നോക്കിയിട്ടാ ഇയാള് ജീവിച്ചിരിക്കുന്ന മോന് പിണ്ടം വച്ചത്. എടോ ബാലമാഷേ, കല്യാണം പുതിയൊരു ജീവിതം തുടങ്ങാനുള്ളതാ. അതിന് സമ്മതിക്കാതെ താൻ തന്റെ മോന് പിണ്ടം വച്ചു. ഒരു തന്തയും ഇതുപോലൊരു ചിറ്റത്തരം ചെയ്യില്ലടോ. ഞങ്ങളെ അംഗീകരിക്കാത്ത പുന്നാര മോളായി നിൽക്കുന്നത് എന്ന് വെച്ച് ഇയാൾ ഇവിടെ പടിയടച്ച് പിണ്ടം വെച്ചില്ലല്ലോ. എങ്ങനെയാലും ജീവിച്ചോട്ടെ എന്ന് ചിന്തിച്ചു. അതുപോലെ കരുതണമായിരുന്നു മാഷെ നിങ്ങളും. ബന്ധുവീട്ടിന് വീട് കാണാൻ വന്ന ആളുകളുടെ മുന്നിൽ വെച്ച നിങ്ങൾ ഈ തല തിരിഞ്ഞ പ്രവൃത്തി ചെയ്തത്. ഇയാള് ചെയ്തത് കണ്ടില്ലേ? എന്നിട്ട് നിങ്ങൾ എന്തോന്ന് പിണ്ടാതെ ഇയാളെ ഈ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ഓടിക്കണം. ഞങ്ങൾ എന്തു പറയാനാ ഹേമേ? മാഷ ചെയ്ത പാപത്തിന് പരിഹാരം ഒന്നേ ഉള്ളൂ. അരവിന്ദനെ മകനായി സ്വീകരിച്ച് ഈ കല്യാണം നടത്തി കൊടുക്കുക. മാഷിന് നല്ല ബുദ്ധി വരെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. വാ പോകാം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ എന്റെ മോനെ ഒന്നും അല്ലാതാക്കിയില്ലേ നീ? ഇനി നീയോ ഇയാളും എന്റെ മോനെതിരെ എന്തെങ്കിലും ചെയ്താ കൊല്ലൂടി രണ്ടിനെ ഞാൻ. തന്റെ മോൻ കാണുമ്പോ ഞെരിക്കാൻ തോന്നുക. തനിക്കിങ്ങനെ മകനില്ലെന്ന് പറഞ്ഞില്ലേ? അതുപോലെ എനിക്ക് താൻ അച്ഛനല്ല. താൻ കറക്റ്റ് സമയം നോക്കിയിരിക്കായിരുന്നല്ലേ എനിക്കിത് തിരിച്ചു പണിയാൻ. ശാന്തമാമ, എന്നെയാള് മനസ്സിലാക്കിയിട്ടില്ല. എനിക്കിഷ്ടപ്പെട്ട പെണ്ണിനെ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാ ഞാൻ ഈ കല്യാണത്തിന് വാശി പിടിച്ചേ. ഇഷ്ടമില്ലാതാണെങ്കിലും ഇയാൾ എന്റെ കല്യാണത്തിന് മുമ്പിലുണ്ടാവണം ഞാൻ ആഗ്രഹിച്ചു. ഇനി ഞാനെന്ന് പറയാം,
ഞാൻ ശ്രേയുടെ കഴുത്തി താലി കെട്ടും. എടോ മാഷേ, തനിക്കോ ഈ നിൽക്കുന്ന അനിയനോ ഇവന്റെ ഭാര്യയ്ക്കോ ഇഷ്ടമല്ലെന്ന് വെച്ച് ഞാൻ ശ്രേയെ വിട്ടുകളയില്ല. അവൾ ഈ വീട്ടിൽ വന്ന് കേറും. അതിനെതിരെ നിൽക്കുന്ന ആരായാലും വെട്ടി വീഴ്ത്തി ഞാൻ.